സർ, അടിയന്തര പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവരുന്നത്. ഒരു ഗവൺമെന്റ് വന്ന് 1.5 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണത്തിലയിൽ ആയി തീരുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക്. പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏതാണ്ട് 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളും കേരളത്തിലുണ്ട്. വളരെയേറെ ദുർബലമായ ഒരു ജനവിഭാഗമാണ്. കടലോട് മല്ലടിച്ച് ജീവിക്കുന്ന ഈ വിഭാഗത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിനുള്ളത്. മറ്റെല്ലാ മേഖലകളേക്കാൾ വ്യത്യസ്തമാണ്. സാർ, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെട്ട സമയമായതിനാൽ ഉപജീവനത്തിനായി വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഈ പഞ്ചമാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത്യന്തം ദുഷ്കരമായിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മത്സ്യക്കുറവ് വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. സാർ, കടലിൽ പോകാൻ കഴിയാതിരിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. എന്നാൽ അവരെ വറുതി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ട സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ആശ്വാസം നൽകേണ്ട നടപടികൾ സർക്കാർ അടിയന്തരമായി നിറവേറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന 52 ദിവസം 4500 രൂപ വീതം ധനസഹായവും സൗജന്യ റേഷനും നൽകുമായിരുന്നു നേരത്തെ. കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം, സംസ്ഥാന സർക്കാർ വിഹിതം, കേന്ദ്ര സർക്കാർ വിഹിതം എന്നിവ തുല്യമായി സംയോജിപ്പിച്ചാണ് 6000 രൂപ നൽകുന്നത്. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. സംസ്ഥാനത്ത് 82 കോടി രൂപയാണ് സാർ 1.47 ലക്ഷം തൊഴിലാളികളിൽ നിന്ന് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. മീൻപിടുത്ത സീസൺ അല്ലാത്ത മെയ് മുതൽ ജൂലൈ വരെ തൊഴിലാളികൾക്ക് 3 ഗഡുവായി 6000 രൂപയാണ് നൽകേണ്ടത്. 2016 വരെ മുൻ UDF സർക്കാർ 2700 രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ LDF സർക്കാർ 2016 വന്നപ്പോൾ 2700 4500 രൂപയായും പിന്നീട് രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ അത് 6000 രൂപയായിട്ട് ഉയർത്തി സാർ. ഇത് വിതരണം ചെയ്യാതെ ഈ സീസണിൽ അവരെ പട്ടിണിക്കിടുന്ന ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാർ കാണിക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി ജീവിതം തള്ളി നീക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിച്ചു വരുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് ഈ സർക്കാർ എന്ത് ന്യായമാണ് പറയാനുള്ളത്? സാർ, ഈ സഭയിൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് ഗുണഭോക്തൃ വിഹിതമായി സമാഹരിച്ച 1500 രൂപയെ സംബന്ധിച്ചാണ് ഇപ്പോഴും വീണ്ടും ഇവിടെ വിശദീകരിച്ചത്. സാർ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെ സംബന്ധിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രഷറി നിയന്ത്രണം എന്ന പേര് പറഞ്ഞ് ഫിഷറീസ് വകുപ്പ് ഈ ഉത്തരവാദിത്വം മാറി നിൽക്കുന്നു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി 26-27 പ്രകാരം മറൈൻ ജില്ലകളിൽ 1,33,392 ഗുണഭോക്താക്കളിൽ നിന്ന് സാർ ഫിഷറീസ് വകുപ്പ് 18,98,87,000 രൂപയും ഇല്ലാണ്ട് ജില്ലകളിലെ 13,142 ഗുണഭോക്താക്കളിൽ നിന്ന് 1,83,23,000 രൂപയും ഉൾപ്പെടെ 20,82,10,000 രൂപ ഇതിനൊക്കെ വിഹിതമായി സ്വീകരിച്ചിട്ടുണ്ട് സാർ. ആ പണത്തിൽ ആ വിഹിതത്തെ സംബന്ധിച്ചാണ് അങ്ങ് പറഞ്ഞത്. അതിന് ഞാൻ നിഷേധിക്കുന്നില്ല, അത് കൊടുത്തത് നല്ല കാര്യം. ഇന്നലെ റേഷൻ അനുവദിക്കാൻ വേണ്ടി പണം അനുവദിച്ച നല്ല കാര്യം. അതിന് ഞാൻ അങ്ങേറ്റ് അഭിനന്ദിക്കുകയാണ്, അതൊന്നും ഞാൻ കുറ്റം പറയല്ല. പക്ഷെ ബാക്കി പണത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. സംസ്ഥാന വിഹിതം കേന്ദ്ര വിഹിതവും കൂടി കിട്ടിയതിന് ശേഷം കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞു. സാർ, കേന്ദ്ര വിഹിതം ഈ കഴിഞ്ഞ ഒരു ഘട്ടത്തിലും സമയത്ത് കിട്ടിയിട്ടില്ല. BJP ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും നമ്മളെ സഹായിച്ചില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതാ, സംസ്ഥാനം ആ പണം കൂടി കണ്ടെത്തിയിട്ട് ഫിഷർമാൻ സമൂഹത്തിന് കൊടുക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 5 വർഷവും അങ്ങനെ തന്നെയാണ് കൊടുത്തെന്ന് ഉത്തരവാദിത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ, രണ്ടാമത്തെ പ്രശ്നം വിവിധ പറഞ്ഞ ഷിബു, മത്സ്യത്തൊഴിലാളികൾ വിവിധ ധനകാര്യ സ്ഥാപനത്തിൽ എടുത്തിട്ടുള്ള വായ്പകൾ ഉള്ള മോണറ്റോറിയം, അത് സംബന്ധിച്ച് ഒരു അനുകൂല തീരുമാനം ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സാർ. സാർ, ഇവിടെ ചില ആശങ്കകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി അത് സീരിയസ് ആയി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാർ, 73 കോടി രൂപ ബഡ്ജറ്റിൽ കുറച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വിദ്യാഭ്യാസ മേഖല സാർ 35 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖല കുറച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മൾ കാണേണ്ട വിദ്യാധീരം പദ്ധതി ഏറ്റവും ഫലപ്രദമായി കഴിഞ്ഞ കൊണ്ട് നടപ്പാക്കി. സർ, 106 ഡോക്ടർമാർ കേരളത്തിന്റെ തീരമേഖലയിൽ ഫിഷർമെൻ സമൂഹത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തനമാണ് വിദ്യാധീരം പദ്ധതി പ്രകാരം നമ്മൾ നടപ്പാക്കിയത്. സർ, അവിടെയാണ് 35 കോടി ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. സർ, പഞ്ചമാസ സഹായത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യം 44 കോടി രൂപ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യകൃഷി വികസനത്തിന് 40% കുറവ് വരുത്തിയിട്ടുണ്ട്. സർ, പുനരേകം പദ്ധതിക്ക് അങ്ങ് പൈസ വെച്ച് 24 കോടി കുറച്ചു വെച്ചു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി. പുനർഗേഹം കേരളത്തിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന ആശങ്ക ഫിഷർമാൻ സമൂഹത്തിലുണ്ട്. സാർ, ഏറ്റവും മാതൃകാപരമായി നടത്തിയൊരു പദ്ധതിയാണ് അത്. വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലും വല്ലാത്ത പ്രയാസത്തിലും ഫിഷർമാൻ സമൂഹത്തെ മാറ്റുകയാണ്. സാർ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം, കടലാക്രമണം, ഇന്ധനവിലയുടെ വർധനവ്, മത്സ്യ ലഭ്യതയുടെ കുറവ്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സാർ തീരദേശം കടന്നു പോകുന്നത്. സാർ, 50 കോടി രൂപ അങ്ങ് അധികമായി പ്രഖ്യാപിച്ചു. സാർ, ഈ പ്ലാൻ ഔട്ട്ലെ മുഴുവൻ വായിച്ചിട്ടും ഈ 50 കോടി കാണുന്നില്ല സാർ. അതൊരു വാഗ്ദാനം മാത്രമായി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഫിഷർമാൻ സമൂഹത്തോട് നീതി കാണിച്ചില്ല എന്ന് വീണ്ടും പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. സാർ, അങ്ങയുടെ മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾക്ക് 400 കോടി രൂപ അങ്ങ് പ്രഖ്യാപിച്ചു. വൻ പദ്ധതികൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ചു. ഇത്തരം പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് ഫിഷർമാൻ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, LDF ഗവൺമെന്റ് കാലത്ത് ഏറ്റവും മികച്ച മറൈൻ സ്റ്റേറ്റ് ആയിരുന്നു ഈ കേരളം. ഏറ്റവും മികച്ച മറൈൻ ഡിസ്ട്രിക്ട് അങ്ങയുടെ ജില്ലയായ കൊല്ലമായിരുന്നു. ഞാൻ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തുടരണമെങ്കിൽ ഈ സമൂഹത്തോട് നീതി കാണിക്കണം. സാർ, ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി കോറിഡോർ ആലപ്പുഴ, ധാതു സംസ്കരണത്തിന്റെ അപൂർവ ധാതുക്കളുടെയും കേന്ദ്രം കൊല്ലം, കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബ് തിരുവനന്തപുരം. സാർ, ഇതെല്ലാം കടലുമായി ബന്ധപ്പെട്ട്, കായലുമായി ബന്ധപ്പെട്ട്, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഈ ആശങ്കയാണ് ഞാൻ ഇവിടെ വീണ്ടും അറിയിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി നമ്മൾ യാഥാർത്ഥ്യമാക്കി. സാർ, നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഒപ്പിട്ട് സമ്മതിച്ചു. ഞങ്ങളുടെ കാലത്ത് അതിന്റെ ആദ്യത്തെ ഭാഗം പൂർണ്ണമായി. സാർ, അതിന്റെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള 10 പൈസ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും മാതൃകാപരമായി അന്ന് നിർദ്ദേശ പുനരധിവാസം നടപ്പാക്കി വന്നൊരു ഗവൺമെന്റാണ്. സാറിന്റെ ബഡ്ജറ്റിൽ 10 പൈസ ആ വിഴിഞ്ഞം പുനരധിവാസത്തിന് വേണ്ടി കാണുന്നില്ല എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. സാർ, അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ അവസാനിപ്പിക്കാം. സാർ, കേരളത്തിന്റെ 600 കിലോമീറ്റർ മാരിടൈം സമ്പദ് വ്യവസ്ഥ പ്രഖ്യാപിച്ച് തീരത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ആശങ്കയാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഞാൻ ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ പോവല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ വന്നിരിക്കുന്ന ഈ ആശങ്കയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി. ഈ ആശങ്ക ദൂരീകരിക്കാൻ എത്രയും വേഗം കേന്ദ്രത്തിന്റെ പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതുകൂടി ഉൾപ്പെടുത്തി ഈ പണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.